കളുണ്ടാകുന്ന മാറിയുന്നേ ബാക്കിലോട്ടിന്നെ പിന്നിലോട്ടിന്നെ എല്ലാരും ബാക്കിലോട്ടേക്ക് മോനെ കുഞ്ഞ് നിൽക്കേ. ആ ഒതുങ്ങിക്കേ. ഏത് നിലവാരൊക്കെ ഉള്ളത്? ആവോ, നമുക്ക് ഇയാളോട് ചോദിക്കാം. ഇന്നസെന്റ് ഉണ്ടെന്ന് ചോദിക്കണേ. ചോദിക്കാം. അതെ അനിയ, ഇന്നസെന്റ് ഉണ്ടോ? ആ ഉണ്ട്. ഓ ഉണ്ട്, ദേ ഉണ്ടെന്ന്. ആ ദേ ആയിരിക്കുന്ന ഇന്നസെന്റ് അല്ലേ? ആ അതെ അതെ, അത് തന്നെ. ശാരദേ, നീ വിളിക്ക്. ഓ, ഒരേ നാട്ടുകാരാ, പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് നിന്നെ നോക്കുന്ന പോലും ഇല്ലല്ലോ ശാരദേ. ചിലപ്പോ എന്നെ മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ ഇങ്ങോട്ട് നോക്കുന്നേ, കൈ പൊക്കി കാണിക്ക് ശാരദേ. പൊക്ക്. ദേ കണ്ടു, ഇന്നസെന്റ് ശാരദയെ വിളിക്കുന്നേന്ന് തോന്നുന്നു. അയ്യോ തോന്നല്ല, ശരിയാ, ശാരദ തന്നെ വിളിക്കുന്നത്. വേഗം ചെല്ലേ. നിക്ക്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവരെ തടയണ്ട, അവരിങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്. സാറിന് എന്നെ മനസ്സിലായോ? ശാരദയല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇവിടെ ഇരിക്കൂ. വേണമെന്നില്ല. എന്താ ആരെ നോക്കണേ? എന്റെ അയൽക്കാരാ. ശാരദ ഇവിടെ? എന്നെ കല്യാണം കഴിച്ചയച്ചത് ഇങ്ങോട്ടാ. ഇവിടെ അടുത്ത് തന്നെയാ താമസം. സാറിന്റെ സിനിമകളൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. എന്തിനാ ശാരദ എന്നെ സാറേന്ന് വിളിക്കണത്? എന്നെ പണ്ടേ അറിയുന്ന ശാരദ എന്നെ സാറേന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇത്. എന്റെ പേര് വിളിച്ചാൽ മതി. കുട്ടന്റെ സിനിമകൾ ഏട്ടനും ഇഷ്ടാ. എന്താ ഈ പേരെനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? ആ പിന്നെ പറയാൻ മറന്നു, കുട്ടന്റെ കടയുടെ അടുത്തൊരു ടൈലർ ഷോപ്പ് ഉണ്ടായിരുന്നില്ലേ? അവിടുത്തെ പ്രഭാകരൻ ആള് മരിച്ചു. മഞ്ഞപ്പിത്തമായിരുന്നു അത്രേ. കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും കുടിച്ചു. എന്താ പറയാ, ആള് പോയി. നിങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നില്ലേ? അതെ. എന്നാലും മറന്നിട്ടില്ലല്ലോ അല്ലേ? ശരിയാ. ആ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം വീട്ടിലേക്ക് വരണം. വരാം. അയ്യോ, മഴ വീണല്ലോ. ഒരു കൊട ഇവിടെ കൊടുക്കും. ഈ കൊട പിന്നീട് കൊടുത്താൽ മതി, കൊണ്ടുപോയിക്കോളൂ. അവൾ വീണ്ടും പാതി നനഞ്ഞ് നടന്നു നീങ്ങുമ്പോൾ മഴനൂലുകൾക്കിടയിലൂടെ എൻ്റെ മനസ്സിലിരുന്ന് പ്രഭാകരൻ വിളിച്ചു ചോദിച്ചു, എന്താ ശാരദ, തണുക്കുന്നുണ്ടോ? കുട ചൂടി മഴയത്തുകൂടി നടന്നു നീങ്ങുന്ന ശാരദ എന്തിനാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയത്? അറിയില്ല, എനിക്കറിയില്ല.